ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നമ്മൾ കാണാൻ പോണത് വന്നിട്ട് കരിമ്പ് മെഷീനെ പറ്റിയിട്ടാണ് കാണാൻ പോണ്. പക്ഷേ ഈ കരിമ്പ് മെഷീനെ പറ്റി പറയുന്നതിന് മുന്നേ 3 കാര്യങ്ങൾ പറയണം. കരിമ്പ് മെഷീൻ ജ്യൂസ് ചെയ്യാവോ വേണ്ടയോ എന്നുള്ള ക്വസ്റ്റ്യനാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോണത്. രണ്ടാമത് അത് എങ്ങനെ ചെയ്താൽ നമുക്ക് ലാഭം ഉണ്ടാവും എന്നുള്ളത്. മൂന്നാമത് വന്നിട്ട് നമ്മൾ ഏതുമാതിരി മെഷീൻ എടുത്താൽ നമുക്ക് ബിസിനസ് ചെയ്യാൻ ഓക്കേവായി ഇരിക്കും എന്നുള്ളത് തീരുമാനിക്കേണ്ട 3 കാര്യമാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോണത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് ലാഭം കിട്ടുമോ കിട്ടില്ലയോ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പം അതിന് കാര്യത്തിന് പറയുന്നത് ഇപ്പം നമ്മൾ മെഷീൻ എടുത്തിട്ട് ഇപ്പം നമ്മുടെ ഒരു ഷോപ്പ് നേരത്തെയുണ്ട്, അതിന് മുന്നേ വെളിയിലിട്ട് ചെയ്താൽ അതിലേക്ക് നമുക്ക് കാശ് വരില്ല. എല്ലാവരും പറയും 50,000 കിട്ടും 60,000 കിട്ടുന്നു. ഇടുന്നതിന് പുറത്ത് മാത്രമേ നമ്മൾ ഇടം ചൂസ് ചെയ്യുന്നതിന് പുറത്ത് മാത്രമേ നമുക്ക് കാശ് കിട്ടുള്ളൂ. ഇത് വന്നിട്ട് ഒരു 30,000 നമ്മൾ സമ്പാദിക്കാം. അതിനും അധികമായിട്ട് നമുക്ക് ആവശ്യമുണ്ട് പറഞ്ഞാൽ ഒന്നാമത് സ്ഥലങ്ങൾ തന്നെ മെയിൻ സ്ഥലം. ഇപ്പം ഈ മെഷീൻ എടുത്തിട്ട് പോയിട്ട് നമ്മൾ എവിടെയെങ്കിലും സ്ഥലത്ത് കൊണ്ട് ഇടുന്നതിനും ഇവിടെ മെയിൻ സ്ഥലങ്ങൾ എവിടെയെന്ന് ചോദിക്കാൻ പോയാൽ ഒന്ന് ഈ കുട്ടികൾ കോളേജ് പോയി വരുന്ന സ്ഥലങ്ങളുണ്ടാവും, ഗവൺമെൻറ് ഓഫീസൊക്കെ ഉണ്ടാവുമല്ലോ. എന്നിട്ട് അവിടെയൊക്കെ ആൾക്കാർ അധികം നടന്നുകൊണ്ടിരിക്കില്ല. അത് കാരണം പറയാം വെയിൽ സമയമാകുന്ന സമയത്ത് നമുക്ക് നിറയെ യൂസ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അതേപോലെ കുട്ടികൾ പാർക്കായിക്കോട്ടെ, കല്യാണ മണ്ഡപം ആയിക്കോട്ടെ, പൂശ്ശേരി വെടി, വേലവെടി അതൊക്കെ പറയുമല്ലോ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇടാം. പിന്നെ വന്നിട്ട് എവിടെ തിരക്കുണ്ടോ, തിരക്ക് കൂടുന്ന സ്ഥലത്തിട്ട് അത് മെയിനായിട്ട് പോകും. അതും ഇല്ലാണ്ട് നമ്മൾ കരിമ്പ് ജ്യൂസ് തന്നെ അടിക്കണം എന്നില്ല. ആ കരിമ്പ് ജ്യൂസിൽ ഇപ്പം നമ്മൾ നാരങ്ങ കലക്കാറുണ്ട്, ഇഞ്ചി ഇടാനുണ്ട്, അതേമാതിരി ജീരക ഇത് മസാലയൊക്കെ ഉണ്ട്. ആ മസാലയുടെ നെയിം പറയാം. ഇതിലിപ്പോൾ 2 മസാലയുണ്ട്, ജീര മസാല ഉണ്ട്, മാംഗോ മസാലയുണ്ട്. ഇതൊക്കെ നമ്മൾ കലക്കണതില്ലാതെ ഇനിയൊരു പ്രത്യേകത എന്താ വെച്ചാൽ കരിമ്പ് ചാറിൽ വന്നിട്ട് നമ്മൾ തേങ്ങ ചിരവി ഇടുമല്ലോ. ഇതിപ്പോൾ കോയമ്പത്തൂർ നോക്കിയിട്ടെന്ന് പറഞ്ഞാൽ ഇതിന് തേങ്ങാപ്പാല് പറഞ്ഞിട്ട് ഒരു കട ഞങ്ങളല്ല അവിടെ മെയിൻ അത് സ്റ്റോപ്പായിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത്ര ടേസ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ അങ്ങനെ വ്യത്യാസമായിട്ട് കൊടുക്കുന്ന സമയത്ത് ആ കരിമ്പ് ചാറ് തന്നെ എന്നുള്ളതില്ലല്ലോ. ഇതിലിപ്പോൾ അതൊരു രസമായിട്ടുണ്ടാവും, സൂപ്പറായിട്ടുണ്ടാവും. നമ്മൾ അത് വ്യത്യാസമായിട്ട് ചെയ്യുന്ന സമയത്ത് ഈ കരിമ്പ് മാത്രമാണോ കേൾക്കുമ്പോൾ കരിമ്പ് മാത്രമല്ലല്ലോ, നമ്മൾ ഇത്രയും ചെയ്യുന്ന സമയത്ത് അതും ഒരു ഭയങ്കര സെയിൽസ് ആയിരിക്കുമല്ലോ. അത് തന്നെ പറയാം. അത് സമയമായിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യുക. നമ്മൾ അടപ്രഥം ചെയ്യുമല്ലോ, അത് വന്നിട്ട് നമ്മൾ ഷുഗർ പഞ്ചസാര വേറെയൊക്കെ ഇടുന്നതിന് ഈ കരിമ്പ് ചാറ് എന്തായാലും നമ്മളത് മധുരത്തിന് വേണ്ടി ഇടുകയല്ലേ. അപ്പോൾ ആ മധുരത്തിന് വേണ്ടിയിട്ട് ഈ കരിമ്പ് ചാറ് ഒഴിച്ചിട്ടുണ്ടാക്കി പറഞ്ഞാൽ അതൊരു ടേസ്റ്റ് ആയിരിക്കും. അതൊരിക്കൽ ട്രൈ ചെയ്ത് നോക്കി. ട്രൈ ചെയ്യല്ലേ, നന്നായിരിക്കും, ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ കരിമ്പ് ജ്യൂസ് കുടിക്കണതിൽ, ഈ ലെമണിൻ്റെ കുടിക്കണതിൽ, ഇഞ്ചിൻ്റെ കുടിക്കണതിൽ ഈ പൊടികളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ പൊടികളൊക്കെ കലക്കി കുടിക്കുമ്പോൾ അതിൽ വന്ന് ഈ തേങ്ങാപ്പാൽ ഞാൻ പറഞ്ഞില്ലേ, ഈ തേങ്ങയൊക്കെ ചിരവിയിട്ടിട്ട് അതിൽ 2 ഏലക്കായ ഒന്ന് ഉടച്ചിട്ടിട്ട് അതും നന്നായി കാച്ചി പാവ് പോലെ കാച്ചിട്ട് പറഞ്ഞാൽ സമ്മതിക്കും. അത് കോയമ്പത്തൂരിലെ മെയിനായിട്ടൊരു സ്ഥലമാണ്. ആ സ്റ്റോപ്പേ ഉണ്ട്, നിങ്ങൾ അടിച്ചു നോക്കിയാൽ പറയാം. അതേപോലെ നമ്മുടെ അവിടെയും കേരളത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് പറഞ്ഞാൽ അവിടെ നിന്ന് ഒരു ടേസ്റ്റായ ഒരു സാധനം നമ്മളിപ്പോൾ അവിടെ നിന്ന് കേരളത്തിൽ പറയും, അടപ്രഥം പറയുമ്പോൾ ഇവിടെ തമിഴ്നാട്ടുകാർ ഭയങ്കര രുചിയായിട്ട് കഴിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെയുള്ള ഒരു കാര്യം നമ്മൾ അവിടെ ചെയ്ത് നോക്കിയാൽ അതേപോലെ അവിടെയുള്ളവർക്കും ഭയങ്കര ഒരു ടേസ്റ്റും കിട്ടും, ഒരു പുതിയൊരു ഐറ്റം കിട്ടിയ പോലെ ഉണ്ടാവും. അപ്പം നമ്മുടെ ബിസിനസ്സും ഒന്ന് എക്സ്ട്രാ ആയിട്ട് നമ്മൾ ചെയ്യുന്ന പോലെ ഉണ്ടാവും. ഇപ്പം നമ്മൾ എങ്ങനത്തെ മെഷീൻ എടുക്കും, 3 കാര്യം പറഞ്ഞതിൽ ഇതിപ്പോൾ മൂന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ എങ്ങനത്തെ മെഷീൻ എടുക്കണം എന്നുള്ളത്. എന്താ ചോദിച്ചാൽ ഇപ്പോൾ ഇലക്ട്രീഷ്യൻ മെഷീൻ ഉണ്ട്, അത് വന്നിട്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരു ഷോപ്പ് വെച്ചിട്ടുണ്ട് പറഞ്ഞാൽ ആ ഷോപ്പിൽ കൊണ്ട് വെക്കാം. എന്നിട്ട് അതിൽ അധികമായിട്ട് വരാൻ വായ്പില്ല പറയുന്നത് എന്തിനു വെച്ചാൽ നമ്മൾ വേറെ ബിസിനസ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ കടയ്ക്ക് കയറുന്നവർ മാത്രമേ അത് കുടിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഇതേ പുറമേ വെക്കുന്ന പോലെയാണ് പറഞ്ഞാൽ ഈ പെട്രോളിൻ്റെ എടുക്കുക. പെട്രോളിൻ്റെ പറയുമ്പോൾ നമ്മൾ വെളിയിലാണ് വെക്കുന്നത്. വെളിയിൽ വെക്കുമ്പോൾ നമ്മൾ ആൾക്കാർ വന്നു പോകുന്ന സ്ഥലങ്ങളിലാണ് അത് വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ വേറെമാതിരി വരുമാനം വരും. എന്താ വെച്ചാൽ ഇത് മാത്രമേ നമ്മൾ ചെയ്യണു പറയുന്ന സമയത്ത് നമ്മൾ എന്തിനും ഷോപ്പിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്. ഇതെടുത്തിട്ട് നമ്മൾ പുറമേ ഞാൻ പറഞ്ഞ സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഒരു സ്ഥലം, അത് ഒന്നാമത് ഇപ്പം നമ്മുടെ വീട്ടിൻ്റെ അരുത്ത് ഏതെങ്കിലും ഒരു പാർക്ക് ഉണ്ട്, ഇല്ലെങ്കിൽ 4-5 റോഡ് പോണ പോലെയുള്ള സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ഒരു അരമണിക്കൂർ തന്നെ പറഞ്ഞാൽ ഈ മെഷീൻ എടുക്കാം. അത് ഈ മെഷീൻ വേണമെങ്കിലും എടുക്കാം. അതിപ്പോൾ ഈ തള്ളണ പോലെയുള്ള കാര്യമാണ് ഇപ്പോൾ ഞാൻ വെച്ചിരിക്കുന്ന മെഷീന്. ഇതിപ്പോൾ തള്ളി കൊണ്ടുപോകണമെങ്കിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 1/2 കിലോമീറ്റർ പോകണം എന്നുണ്ടെങ്കിൽ ധാരാളമായിട്ട് തള്ളാം. ഇത് വന്ന് ലേഡീസും തള്ളാം, ജെൻസ് തന്നെ തള്ളണല്ലേ. ഞാൻ നിങ്ങൾക്ക് തള്ളിയും കാട്ടിത്തരാം. ഇത് സിമ്പിളായിട്ട് നമ്മൾ മുക്കി തള്ളണം എന്നൊന്നുമില്ല, വെറുതെ ഫ്രീ ആയിട്ടൊന്ന് പിടിച്ച് പറഞ്ഞാൽ പോകും. മണ്ണിലാവുമ്പോൾ മാത്രം തന്നെ തിരിവൊന്ന് പ്രസ് കൊടുക്കണം. റോഡാവുന്ന സമയത്ത് സമയം പോകും. പക്ഷെ നമ്മുടെ വീട് ഒരുപാട് ദൂരമാണ് പറഞ്ഞാൽ നിങ്ങൾ ഇത് മാത്രം എടുത്തോളൂ. ഇത് എടുത്തിട്ട് പറഞ്ഞാൽ നിങ്ങൾ പോണ സമയത്ത് ആട്ടോയിൽ കൊണ്ടുപോകാം. അതേപോലെ ഇപ്പോൾ ഈ തള്ളുവണ്ടി ഇപ്പോൾ നമ്മൾ 1/2 കിലോമീറ്റർ എന്ന് പറഞ്ഞില്ലേ, അങ്ങനെയാകുമ്പോൾ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് എത്ര മണിക്കാണെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് സാധനം കൊണ്ട് വയ്ക്കാം. എന്നിട്ട് നമ്മൾ പണി കഴിഞ്ഞ് അവിടെ വന്ന് ഒരു ചാക്കൊക്കെ ഒരു കവറൊക്കെ ഇട്ടിട്ട് മൂടി വെച്ചിട്ടുണ്ടെന്ന് ഒരു പേടി കൊണ്ടിരിക്കുക ആരെങ്കിലും പൊക്കി കൊണ്ട് പോകും എന്നുള്ളത്. ഇല്ല, നിങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ഒരുപാട് ദൂരമാണ് ഞങ്ങളുടെ വീട്ടിലും നമ്മൾ നോക്കിയിരിക്കുന്ന സ്ഥലം. ഇപ്പം അത് എത്ര ദൂരം ഉണ്ടോ, ആൾക്കാരൊക്കെ വരുന്ന സ്ഥലങ്ങളിലേക്ക് ഒരുപാട് ദൂരം ഉണ്ട് പറഞ്ഞാൽ ഇത് തനിച്ചെടുത്തോളെ. നമ്മൾ ആട്ടോയിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു വരുമ്പോൾ ആട്ടോയിൽ കൊണ്ടുവരുന്ന പോലെ. അത് തന്നെ അതിനുള്ള വിദ്യ.
വ്യത്യാസം. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മുടെ അടുത്താണ് പറഞ്ഞാൽ ഇതോടെ കൊണ്ടുപോകാം. ഇല്ല ഞങ്ങൾ കൊണ്ടുപോകണ ദൂരം അധികമാണ് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഒരു സ്വന്തം ആട്ടോ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു 4 ചക്രം വണ്ടികളൊക്കെ ഉണ്ടല്ലോ, അത് നമ്മുടെ സ്വന്തമാണ്, ഞങ്ങൾ അതിൽ ഫിറ്റ് ചെയ്യാം. ഇല്ല നമുക്ക് അതിനുള്ളത് പറ്റില്ല പറയുകയാണെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയിട്ട് വരേണ്ടതേ ഉള്ളൂ. ഇത്ര ഇതേ ഉള്ളൂ ഈ മെഷീന്. ഇതിപ്പോൾ ഈ തള്ളുവണ്ടിയോടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അകലം കൂടിയ പോലെ ഉണ്ടാവും. മെഷീന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ നമ്മുടെ ആട്ടോയിലും കൊണ്ടുപോകില്ല, നമുക്ക് ആട്ടോ ഇല്ലെങ്കിൽ 4 ചക്രം വണ്ടി കൊണ്ടുപോകാം. ഏതിൽ വേണമെങ്കിൽ നമ്മളെ കൊണ്ടുപോയിട്ട് നമ്മളെ കൊണ്ടുവരാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ലാഭം ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ട്, അതിൻ്റെ കാര്യം ഇപ്പോൾ പറയാമാണ്. ലാഭം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഒരു ക്ലാസ് കരിമ്പ് അടിക്കണം. ആ ഒരു ക്ലാസ് കരിമ്പിൽ ഇപ്പം നമ്മൾ ഈ ഒരു 20 രൂപ വെച്ച് കൊടുക്കണമെന്ന് വെക്കുക. ഇപ്പോൾ 20 രൂപ വെച്ച് കൊടുക്കണം. 20 രൂപ വെച്ച് കൊടുക്കണതിൽ ഇപ്പം നമുക്ക് ഇതിൽ പെട്രോൾ വന്ന് 1 ലിറ്റർ പെട്രോൾ അടിക്കണം. 1 ലിറ്റർ പെട്രോൾ അടിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ക്ലാസ്സിന് വന്നിട്ട് ഒരു 30 പൈസ വെച്ച് പെട്രോളിന് പോകും. അതില്ലാതെ കരിമ്പ് തമിഴ്നാട്ടിൽ നിന്ന് എടുക്കുന്ന സമയത്ത്, എന്നിട്ട് ഇവിടെ തന്നെ അധികം സെയിൽസ് ഉള്ളത്, അവിടെ നമുക്ക് എങ്ങനെ കിട്ടണം എന്നുള്ളത് അറിയില്ല, കിട്ടുന്നതിന് പുറത്തേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ തമിഴ്നാട്ടിൽ തന്നെ നമുക്ക് കരിമ്പ് വരണമെന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് 5 രൂപ വെച്ച് കിട്ടുന്നുണ്ട് കരിമ്പ്. ഇപ്പം നമ്മുടെ അവിടെ എത്തിച്ചത് തരുന്ന സമയത്ത് ഒരു 5 10 രൂപ എന്ന് വെച്ചോളേ. അപ്പോൾ അങ്ങനെ ഒരു കരിമ്പിൽ നമുക്ക് വന്ന് 2 ഗ്ലാസ് കരിമ്പ് എടുക്കുകയെന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ഒരു ഗ്ലാസ്സിന് 5 രൂപയെ പോകുള്ളൂ. അപ്പോൾ ആ 5 രൂപ ആ പെട്രോളും 30 പൈസ അങ്ങനെ പറയുന്ന സമയത്ത് നമുക്കൊരു 5-6 രൂപ പോകണം. അതില്ലാണ്ട് ഒരു കപ്പ് പറയുമ്പോൾ ഒരു 1.5 റുപ്യോ 1.25 രൂപയോ വെച്ച് വരും. അതും ആവുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ 6 രൂപ പറഞ്ഞവർ 7-8 രൂപ എന്ന് വെച്ചോളേ. 8 പറയുമ്പോൾ നമുക്കൊരു 12 രൂപ. ആ 12 രൂപയിൽ സപ്പോസ് നിങ്ങൾ ഒരാളിനെ വെച്ചാൽ അത് ഓട്ടിക്കുന്നു പറയുമ്പോൾ അവർക്ക് ഒരു 2 രൂപയോ 1 രൂപയോ ഗസ് ചെയ്താലും നമുക്ക് 11 രൂപ വെച്ച് വരും. ഇല്ല ഈ 1 രൂപ എക്സ്ട്രാ ആയിട്ട് വേറെ എന്തെങ്കിലും നിങ്ങൾ ചിലവ് ചെയ്തു എന്നുണ്ടെങ്കിലും നമുക്ക് ഒരു ഗ്ലാസ്സിന് 10 രൂപ വെച്ച് കിട്ടും. അതില്ല അപ്പോൾ നമ്മൾ ഒരു ദിവസം ഒരു 200 ഗ്ലാസ് നമുക്ക് കൊടുത്തിട്ട് പറഞ്ഞാൽ നമുക്കൊരു 2000 രൂപ വെച്ച് കിട്ടും. നമുക്ക് അതുപോലെ നമുക്ക് ലാഭം. അതേപോലെ ഇതിപ്പോൾ ഒന്ന് നമ്മൾ സ്ഥിരം ഒരു സ്ഥലത്ത് ഇരിക്കുന്ന കാര്യം, പക്ഷെ നമ്മളിങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടും. ഇപ്പം നമ്മൾ 20 പറഞ്ഞവിടെ 30 ആകാം, 50 ആകാം. അതേ 50 ആകുന്നത് നമ്മൾ വെക്കുന്ന സ്ഥലത്തിന് പുറത്ത് മാത്രം. നമ്മൾ നിറയെ ആൾക്കാർ തിരക്കുള്ള അവിടെ മാത്രം വെച്ചിട്ടുണ്ട് പറഞ്ഞാൽ 30 40 50ലും പോയി നമ്മൾ നിൽക്കാം. നമുക്കിതിൽ പൈസ ഉണ്ടാക്കണമെന്നുള്ളത് നമ്മൾ ചെയ്യുന്ന സ്ഥലത്തിന് പുറത്ത് മാത്രമേ ഉള്ളൂ ക്ലാസ്സുകൾ കൂടാനുള്ള കാര്യങ്ങൾ. ഇപ്പം നമുക്ക് വന്നിട്ട് ഒരു ദിവസം വന്നിട്ട് ഒരു 200 ഗ്ലാസ് വിൽക്കും. പിന്നെ ഒരു സമയത്ത് വന്നിട്ട് 200 മേലെയും പോകാം, ഇല്ല ഒരു 150 ആകാം. ഈ കാശ് ഡിഫറൻറ്റ് വന്നിട്ട് ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് ഒരു ദിവസം നിറയെ പോകും, ഒരു ദിവസം 500 രൂപയ്ക്ക് പോകും, ഒരു ദിവസം 1000 രൂപയ്ക്ക് പോകും. നമുക്ക് പെട്ടെന്ന് ഒരു 3000 രൂപയ്ക്ക് പോയാൽ നമ്മൾ സന്തോഷപ്പെടില്ലേ? അതുപോലെ ആ ഡിഫറൻറ്റുകൾ വരുമ്പോൾ നമുക്ക് മാസം ഒരു 30,000 രൂപ അതുപോലെ നമുക്ക് കാശ് കൂടും. പക്ഷേ എന്താ കുറവായി വന്ന്, നാളെ എന്താ അധികമായി വന്നാൽ നമ്മൾ എന്താ അധികമായി വന്നെന്ന് ചോദിക്കാൻ പാടില്ല. അപ്പോൾ കുറവായി വരുമ്പോൾ അതിനെന്ത് നമ്മൾ ചെയ്യാനുണ്ടോ അത് ചെയ്യാം. പക്ഷേ ഫീൽ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളത് ഇന്ന് കൂടും ഇന്ന് കുറയും അങ്ങനെ ആവുന്ന സമയത്ത്. പക്ഷെ ഉറപ്പായിട്ടും ഒരു 30 രൂപേൻ്റെ ഉള്ളിൽ നമ്മൾ മാസം എടുക്കാം. ഇപ്പം നമ്മൾ കരിമ്പ് കട്ട് ചെയ്ത് തൊലിയൊക്കെ ചീവി വെക്കുമല്ലോ, ചീവി വെക്കുമ്പോൾ ഇതിനുള്ളിൽ കട്ട് ചെയ്ത് ഇത് ഐസ് ബോക്സാണ്. ഇത് വന്നിട്ട് ഐസ് ബോക്സിൽ നമ്മൾ നിറയെ ഐസൊക്കെ ഉള്ളിലിട്ടിട്ട് കരിമ്പ് വെക്കുകയാണെങ്കിലും വെക്കാം. ഇല്ല നമ്മളിപ്പോൾ ജിൽനെസ് ആയിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് ഐസ് കട്ടിയെടുത്ത് തനിച്ചിടില്ല, അങ്ങനെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അങ്ങനെ കൊടുക്കണതിന് കരിമ്പേ ജില്ലായിട്ട് നമ്മൾ അരച്ച് വരുന്ന സമയത്ത് ഭയങ്കര ടേസ്റ്റിന് തിക്നെസ് ഉണ്ടാവും. എന്നിട്ട് നമ്മൾ ഐസ് കട്ടിയിട്ടിട്ട് അത് കൊടുക്കുന്ന സമയത്ത് വരുത്തവർ അത് ഒരുമാതിരി ഐസ് കട്ടി ഇടുന്ന സമയത്ത് ഒരു ഡിഫറൻറ്റ് ഉണ്ടാവും. കരിമ്പേ ഐസായിരിക്കുന്ന സമയത്ത് ഒരു ഡിഫറൻറ്റ് ഇല്ല. നിങ്ങൾക്ക് ഐസായിട്ട് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഇപ്പോൾ ഈ ബാക്സ് വന്നിട്ട് എത്ര തിക്നെസ് ആയിട്ടുണ്ട് നോക്കി, എത്ര കനുവായിട്ട്. ഇതിന് മേലെ ആളെ കയറി നിൽക്കാം. പക്ഷേ ഇത് എന്തെങ്കിലും ആയി പോകുമോ എന്നുള്ള പേടിയൊന്നുമില്ല. 2 പേര് കയറി നിന്നാൽ അത്ര സ്ട്രോങ് ആണ്. ഇതിൽ വന്നിട്ട് നമ്മൾ കരിമ്പ് ഇതുപോലെ കട്ട് ചെയ്ത് വെക്കാം. ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച് നിറയെ ഐസ് കെട്ടിയൊക്കെ ഇതിൽ ഇട്ടിട്ട് അതിൻ്റെ മേലെ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ കരിമ്പെടുക്കുന്ന സമയത്ത് ജില്ലായിരിക്കും. ഇത് അരച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ ചാറും ഭയങ്കര ജില്ലായിരിക്കും. സപ്പോസ് അതിനേക്കാളത്തിരി ജില്ലായി പോകണമെന്ന് നിങ്ങൾ ഈ ബോക്സിൻ്റെ ഉള്ളിൽ ഐസ് ഒരു കവറിലാക്കിയിട്ട് അകത്തുള്ളിൽ വെക്കാം. എന്നിട്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ രണ്ടും കരിമ്പ് നീറ്റായിട്ട് ഉള്ളിലുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഇന്ന് ഓടിച്ചിട്ട് ബാലൻസ് ഉണ്ട് പറഞ്ഞാൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് പുറമേ ഉണ്ട് പറഞ്ഞാൽ ഉണങ്ങിപ്പോകും, അതൊരുമാതിരി വാട്ടം കിട്ടും, ടേസ്റ്റ് കമ്മിയായിരിക്കും. ഇതിൻ്റെ ഉള്ളിലാകുമ്പോൾ നാളെ നമ്മൾ എടുത്തിട്ട് കൊണ്ട് ചെയ്യാം. എന്നിട്ട് സേഫായിട്ട് നമ്മൾ ഐസ് കെട്ടിൻ്റെ ഉള്ളിൽ വെക്കുന്നത്. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം എടുക്കുമ്പോഴും നമ്മളിപ്പോൾ വെട്ടി കൊണ്ടുവന്ന കരിമ്പ് പോലെ അത്ര ഒരു കാണാനും ഭംഗിയുണ്ടാവും, അതിൻ്റെ ചാറും ഭയങ്കര ടേസ്റ്റ് ആയിട്ടുണ്ടാവും. ഇത് എത്ര തിക്നെസ് നോക്കി. അത് തന്നെ ഒന്നും പേടിക്കാനില്ല, ഇതിൽ സൂപ്പറായിട്ടുണ്ടാവും. മിക്ക കരിമ്പ് കട്ട് ചെയ്ത് ഇവിടെ സേഫായിട്ട് ചെയ്യാം. ഇപ്പം നമ്മൾ കരിമ്പ് ഞാൻ ചീവിയിട്ട് ഐസ് പെട്ടിനെ പറ്റി കാട്ടിയില്ല, ചെറുതായിട്ട് അതേമാതിരി നമ്മൾ നീളമായിട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഈ വണ്ടി ഇത്ര വലിയ വണ്ടിയുണ്ട്. ഇപ്പോൾ ഇതിനുള്ള ബോക്സ് ഉള്ളിൽ നമ്മൾ കരിമ്പുകൾ എക്സ്ട്രാ ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് വണ്ടിനെ കൊണ്ട് നമ്മുടെ വീട്ടിൽ നിർത്താൻ പോവുകയാണ് പറഞ്ഞാൽ ശരി, കട ചാരിയിട്ട് പോവുകയാണ് ശരി, കരിമ്പ് ഇതിനുള്ളിലുള്ള അകത്തുള്ള ഒരു ബോക്സ് ഉണ്ട്, ഞാൻ കാട്ടിത്തരും. ഉള്ളിൽ ഓപ്പൺ ആണ് ഇതിൻ്റെ ഉള്ളിൽ. അതേപോലെ ഇപ്പോൾ ഈ വണ്ടിയിൽ വന്നിട്ട് ഇതിലിപ്പോൾ ഞങ്ങളുടെ നെയിമാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ ഏട്ടൻ്റെ കടൻ്റെ നെയിമോ ഏട്ടൻ്റെ ഫോൺ നമ്പർ എന്ത് ഏട്ടൻ്റെ നെയിം വെക്കണോ അത് നിങ്ങൾ തന്നിട്ടുണ്ട് പറഞ്ഞാൽ ചേച്ചിയാണെങ്കിൽ ശരി, ഏട്ടന്മാരാണെങ്കിൽ ശരി തന്നിട്ടുണ്ട്
പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഞങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ നെയിമിൽ അടിച്ചു തരും. അതേപോലെ ഇവിടെ ഒട്ടിക്കാം, ഇവിടെ മേലുള്ള സ്റ്റിക്കർ ഇവിടെ ചോട്ടിലേക്കും സ്റ്റിക്കർ നമ്മൾ ഒട്ടിക്കാം, നിങ്ങളുടെ നെയിമിൽ നമ്മൾ ഒട്ടിക്കാം. അതേപോലെ ഇപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും വലിയൊരു വണ്ടി ഞങ്ങളുടെ അടുത്തുണ്ട്. നിങ്ങൾക്ക് ഇതിപ്പോൾ ഇതിനും ഓക്കെ, ഇതിനേക്കാളും ഇത്തിരി വലിപ്പം വേണം പറഞ്ഞാൽ ഞങ്ങൾ വലുതായിട്ട് ഉണ്ടാക്കി തരും. അതേപോലെ നമ്മൾ ഈ വലുതായി ഉണ്ടാക്കിയിട്ട് ഇതിന് മാത്രം കൊണ്ട് അവിടെ വെക്കാതെ നമ്മളിപ്പോൾ ഇത് കൊണ്ടുവന്ന് വെച്ചു, ഇതിനൊരു ചെറുതായിട്ട് ഒരു പന്തൽ പോലെ ഒന്ന് ഇട്ടിട്ട് അതിനൊരു അരുത്തൊരു മണി പ്ലാന്റ് ചെടി, അത് ചെടിയില ഇയർക്കില, എന്നിട്ട് നമ്മൾ ഈ പ്ലാസ്റ്റിക് പറയുന്നതിലും ചന്തം ഉണ്ടാവും, നമ്മുടെ നിലത്തുനിന്ന് വരുന്ന ഇലയ്ക്കും ചന്തം ഉണ്ടാവും. എന്തിനും ഇതൊക്കെ ചെയ്യാൻ പറയുന്നത്, ഇതൊക്കെ ഒരു ഡെക്കറേഷൻ, ഒരു ചന്തത്തിന്. ഈ ചന്തം കണ്ട് വരുന്നവരുണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ റോഡ് സൈഡ് വെച്ചിട്ടുണ്ട്, അയ്യോ ഇതിന് അരുത്ത് പോകണമെന്നുള്ളത് നമ്മളൊന്നും ആലോചിക്കും. രണ്ടാമത് ഇത് കടയാണ്, അങ്ങനെയുള്ളൊരു ഭംഗി ഉണ്ടാവില്ല. ആ ഭംഗിക്ക് പറയാം 2-3 ചെടികളൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട് പറഞ്ഞാൽ സമയമാണ്. നമ്മൾ ആ ചന്തങ്ങൾ കണ്ടിട്ട് വന്നിട്ട് കുടിക്കാറുണ്ട്. അതിന് ഇതൊരു ഭംഗിയായിട്ട് ഒരു ചന്തം പോലെ ഒന്ന് ഓലയിലാണെങ്കിലും ശരി എന്തിലിട്ടാലും അതിലൊരു ചെടി വെച്ചൊന്ന് എടുത്തിട്ട് പറഞ്ഞാൽ എന്തിന് മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട് പറഞ്ഞാൽ അങ്ങനെ പന്തൽ പോലെ എടുത്ത് വിടാം. അത് കാരണം അതില്ലാണ്ട് നമ്മൾ പ്ലാസ്റ്റിക്കിലും വെക്കാം, പ്ലാസ്റ്റിക്കും അതിനും ഒരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിൽ വന്ന് കുടിക്കുമ്പോൾ അത്ര രസമായിട്ട് കുടിക്കും. നമുക്ക് കുടിക്കാനുള്ള ആശയം ദൂരത്ത് നിന്നിട്ട് നമ്മുടെ കടൻ്റെ ഭംഗി കാണണം, ഭംഗി അതിൽ കണ്ട് ഉള്ളി വരും. പക്ഷെ നമ്മുടെ ടേസ്റ്റ് കണ്ടിട്ട് ഇനി നമ്മുടെ കടൻ്റെ ഭംഗി ആവശ്യം ഉണ്ടായില്ല, നമ്മുടെ ടേസ്റ്റ് ആവശ്യം ഉണ്ടാവും. പക്ഷെ ഫസ്റ്റ് ആൾക്കാരെ നമ്മൾ വിളിക്കുന്നത് നമ്മുടെ ഭംഗി കണ്ടിട്ടാണ് വിളിക്കുന്നത്. അതിന് കുറച്ച് ഡെക്കറേഷനൊക്കെ നമ്മളായിട്ട് ചെയ്യാം. ഇപ്പോൾ വണ്ടിക്കുള്ള ഡെക്കറേഷൻ ഞങ്ങൾ ഇതുപോലെ തന്ന ഏട്ടൻ്റെ നെയിം ഏട്ടൻ്റെ പേരൊക്കെ ഇട്ടിട്ടുണ്ട് പറഞ്ഞാൽ അത് സൂപ്പർ. ഇതിലിപ്പോൾ ഈ വണ്ടിയിൽ വന്നൊരു ചക്രമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ റോഡിലേക്കും തള്ളാം, മണ്ണിലേക്ക് ആകുമ്പോൾ തന്നെ തിരിയുന്നുണ്ടാവും. പക്ഷെ നല്ല സ്ട്രോങ് ആയിട്ടുള്ളതാണ്. ഇതാ എങ്ങോട്ട് വേണമെങ്കിലും ഇങ്ങനെ നമ്മൾ തിരിക്കാം, ഇങ്ങോട്ട് തിരിക്കാം, ഇങ്ങനെ തിരിക്കാം. ഇത് ലേഡീസ് നമ്മൾ പെണ്ണുങ്ങളെ ചെയ്യുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇതാ ഇത് എത്ര ദൂരം വേണമെങ്കിലും തള്ളാം. എന്താ വെറുതെ ഒരു കൈ കൊണ്ട് ചെയ്യുന്നത്, കാണാൻ വെയിറ്റുള്ള പോലെ ഇല്ല. എന്നിട്ട് ചക്രം അത്ര സ്ട്രോങ് ആയിട്ടുണ്ട്. ഇതാ 4 ചക്രമുണ്ട്, സമയത്ത് തള്ളാം. ഇതാ ഇതിന് മൂടി ഓക്കെ. ഇതിലേക്കുള്ള അടപ്പ്, ഇതിലിപ്പോൾ ഇതിലേക്കുള്ള അടപ്പ്, ഇതിൽ നമ്മൾ നീളമായിട്ട് അതിൽ കുട്ടിയായിട്ട് നമ്മൾ ഐസ് പെട്ടിയിൽ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൽ വന്നിട്ട് നീളമായിട്ട് അങ്ങനെ നമ്മൾ ആ പച്ചയിലയൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് അവരത് വെട്ടിയിട്ട് കൊണ്ടുവരുള്ളൂ. അത് വെട്ടിയതിന് ഇതിനുള്ളിലിടാം. ഇല്ല ഇപ്പം നമ്മുടെ ഗ്ലാസ് പാത്രങ്ങൾ നമ്മൾ കരിമ്പ് വേറെ അതിൽ വെക്കുകയാണെങ്കിലും ഓക്കെ. ഇതിനുള്ളിൽ നമ്മൾ ഈ ജ്യൂസിൻ്റെ പാത്രങ്ങളൊക്കെ വെക്കുമല്ലോ, അത് വെക്കുകയാണെങ്കിൽ എന്ത് വേണമെങ്കിലും ആയിട്ട് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഇതിനുള്ളിൽ അതിൽ വെക്കാം. അപ്പുറത്ത് ആ സൈഡും ഡോറും ഓപ്പൺ ഉണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ പുതിയതായിട്ടൊന്ന് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിപ്പോൾ ഇല്ലാതെയും വാങ്ങിക്കാം. എന്നിട്ട് ഇപ്പോൾ ഇതൊന്നും മാത്രം ചാറ് വരുമ്പോൾ നമ്മൾ ഇനിയൊരു പാത്രം വെച്ച് അതിൽ അരിപ്പി വെച്ച് പിടിക്കണം. പക്ഷേ ഇതിലെന്ത് വെച്ചതാ അരിപ്പിയുണ്ട്. ഇതിലുള്ള ചല്ലടിയിൽ നമ്മുടെ ഈ ചാറ് വന്നതിൽ വരുമ്പോൾ ഈ പാത്രത്തിലേക്ക് ഇറങ്ങും. ഇതിലേക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ഇതിൽ ചന്തം പോലെ ഇങ്ങനെ ഗ്ലാസ് കൊടുത്തിട്ട് ഇങ്ങനെ പിടിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ചന്തം പോലെ പിടിക്കാം. പക്ഷേ ഇതില്ലാതെ ആകുമ്പോൾ ഇതിന്ന് നമ്മൾ ഇറങ്ങി വരുമ്പോൾ ഒരു അരിപ്പിയും ഒരു പാത്രവും ഒക്കെ ആയി ഇങ്ങനെ വെക്കണം. ഇവിടെയൊക്കെ ചിന്തി പോകും, ഒരു വൃത്തിയേട് പോലെ ആകും. ഇതാകുമ്പോൾ ഇത്തിരി ഭംഗിയായിട്ട് ചന്തം പോലെ അരിയും വന്ന് നിന്നിട്ട് പറഞ്ഞാൽ ഇങ്ങനെ എടുത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കരിമ്പോ ഐസിലിട്ടിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഐസ് ഇടണം. സപ്പോസ് അങ്ങനെ ഐസ് ഇടുകയാണെങ്കിൽ ഗ്ലാസ്സിൽ ഐസ് ഇട്ടിട്ട് ഇങ്ങനെ പൈപ്പിൽ തിരിക്കുന്ന സമയത്ത് അതിൽ മിക്സ് ആകുമല്ലോ. അതേപോലെ ഇപ്പോൾ ഇങ്ങനെ ഇടുകയാണെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ജീരക മസാല, മാംഗോ മസാല, നാരങ്ങ, ഇതൊക്കെ നമ്മൾ ഇതിൽ ലൈറ്റായിട്ടൊന്ന് പൊടിനെ ഒരു നുള്ള് സ്പൂണിൽ കുറച്ച് തന്നെ ഇടണം. അപ്പോൾ അതൊരു ടേസ്റ്റ്, ഇതൊരു ടേസ്റ്റ്. നാരങ്ങ നമ്മൾ കലക്കണത് അതിൽ അരച്ചിടുക, ഇല്ല നാരങ്ങ പിഴിഞ്ഞാണെങ്കിൽ ഒഴിക്കാം, അതെങ്ങനെ വേണമെങ്കിലും. പക്ഷേ ഇങ്ങനെ ആകുമ്പോൾ അതൊരു ലുക്കായിട്ട് ചെയ്യാം. പക്ഷേ നിങ്ങളിതില്ലാതെയും വാങ്ങാം. ഇതിലില്ലാതെ വാങ്ങി ഇതിന് ചാറ് വരുന്നവിടേക്ക് നമ്മൾ എക്സ്ട്രാ പാത്രം അരിപ്പി എല്ലാം വെച്ച് എടുക്കണം. ഇപ്പം മെയിൻ നമ്മൾ ജ്യൂസ് അടിച്ച് കൊടുക്കുമ്പോൾ പ്ലാസ്റ്റിക് ഗ്ലാസ്സിൽ കൊടുക്കും. അതിൽ അധികവശം വെയിറ്റ് ചെയ്യുക, അത് വേണ്ട. ഇതിൽ മണ്ണിലിട്ടാൽ മക്കി പോണ ഗ്ലാസ്സാണ്. ഇത് വാങ്ങിക്കുക. ഇത് വന്നിട്ട് ഇപ്പോൾ ഒരു 1.5 രൂപ വെച്ച് വരുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഹോൾസെയിൽ വാങ്ങുമ്പോൾ ഇതിനേക്കാളും കുറവായി കിട്ടും. എന്നിട്ട് നമ്മൾ വാങ്ങണതിന് പുറത്ത് നമ്മൾ 2-3 സ്ഥലം വാങ്ങുന്ന സമയത്ത് 1.5 പറയുന്നവിടെ 1.25 ആകാം. ഒരു 5 പൈസ 10 പൈസ ഒക്കെ കുറവായി കിട്ടാം. അത് കാരണം ദയചെയ്ത് ഇങ്ങനത്തെ ക്ലാസ്സിൽ കൊടുത്തിടണം. നമുക്കും കേടില്ല, നമുക്ക് ഭൂമിക്ക് ഇട്ടിട്ടുണ്ട് പറഞ്ഞാൽ മക്കി പോകണം തന്നെയില്ല. അത് കാരണം മെയിനായിട്ട് ഇതുപോലത്തെ ക്ലാസ് വാങ്ങിക്കുക. എൻ്റെ വീഡിയോ കണ്ട ഏട്ടന്മാർ ചേച്ചിമാർ എല്ലാവർക്കും നന്ദി പറയുന്നു. അതേപോലെ നിങ്ങൾ കണ്ട വീഡിയോ എല്ലാവരും ചേച്ചിമാർക്ക് ഏട്ടന്മാർ ഫ്രണ്ട്സുകൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യേ. കണ്ട എല്ലാവർക്കും താങ്ക്സ്.